കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മതം നോക്കി പ്രതികരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നീചമായ ഒന്ന് വേറെയില്ല. അത്തരം മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ഇടയിൽ അപൂർവം ചിലരെങ്കിലും മാറുന്നുണ്ടെങ്കിൽ വർഗീയത എത്രമാത്രം ഹീനമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുക മാത്രമേ മാർഗമുള്ളൂ. മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കി മാറ്റുന്നു വർഗീയത എന്നാണ് അതിൻ്റെ തെളിവ്. ലോകത്തിലേടെങ്കിലും ഒരിടത്തൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അയാളുടെ മതമേത് എന്ന് നമ്മളാരെങ്കിലും അന്വേഷിക്കൂ? കൊല്ലപ്പെട്ട മനുഷ്യനെ ഓർത്ത് ദുഃഖിക്കുകയല്ലേ ചെയ്യൂ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്ത ഒരാൾ വേദനിക്കുന്നു, അയാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും വേദനിക്കുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ആ ആളുടെ മതം എന്താണ് എന്ന് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് സ്വന്തം മതമാണെങ്കിൽ അതിൽ ദുഃഖിക്കുകയും അതല്ലെങ്കിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യരല്ലാത്ത എന്നാൽ മനുഷ്യരുടെ രൂപമുള്ള ചിലരും ഇവിടെ ഉണ്ട്. അത് വർഗീയതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവരാണ്. അവർ മനുഷ്യരല്ല. അവർ ഒരുപക്ഷെ എന്നെങ്കിലും മനുഷ്യരാകുമായിരിക്കും. അവരെയും മനുഷ്യരാക്കാനുള്ള ഒരു യത്നം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഈ കാലത്തെ ഒരു പ്രാധാന്യമേറിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. വർഗീയവാദികളെ വർഗീയതയുടെ പിടിയിൽ നിന്ന് വിമോചിപ്പിച്ച് മനുഷ്യരാക്കി മാറ്റുക എന്നത് ശ്രമകരമായ എന്നാൽ ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.